മഹാന്മാരുടെ ഇബാദത്ത് നിങ്ങൾ കണ്ടോ? ഓരൊക്കെ ഇബാദത്ത് എത്ര? സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ. ഡെയിലി അന്നഹു കസ്മിഹീന, പേര് പോലെ സാബിത്തും ഫിദ്ദീന. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ എത്രയോ കൊല്ലത്തെ ശിഷ്യനാ. 40 കൊല്ലം അല്ല 50 കൊല്ലം ചരിത്രത്തിൽ പിന്നെ അഭിപ്രായം. രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത ആളാ. ഓരോ ദിവസവും ഓരോ ഖത്മ് ഓതി തീർക്കുന്ന ആളാ. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ഖബറില് കിടത്തിയിട്ട് കല്ലിങ്ങനെ വെക്കുമല്ലോ, എന്നിട്ട് മണ്ണിടലല്ലേ. കല്ല് വെക്കുമ്പോ കല്ല് താഴേക്ക് വീണുപോയി. ഖബർ ഒഴിക്കുന്ന ഒരാൾ കല്ല് എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോ കണ്ട അത്ഭുതം, ഫൈദൻ ഹുവ ഖായിമു യുസല്ലി ഫീ ഖബരിഹി, ഖബറിന്റെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അത്ഭുതപ്പെട്ടുപോയി. ഖബറടക്കം പൂർത്തിയാക്കി, അപ്പോഴേക്ക് നിസ്കാരം. ഖബറടക്കമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഓരൊക്കെ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു ഓരോ ജീവിതത്തിന്റെ ശൈലി. മോള് പറഞ്ഞു, തഹജ്ജുദിന് ശേഷം എപ്പോഴും വാപ്പ ദ്വാരക്കുന്ന വെക്കലിന്റെ ഖബറിനായിരിക്കെങ്കിലും നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പറഞ്ഞാല് ദുന്യാവൊന്നും നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല, കുറച്ചും കൂടി നിസ്കരിക്കണം എന്ന്. അപ്പോഴമ്മള് വിത്തർ എന്നും ഒന്നാക്കലാണ് കറാത്ത്. അവിടെ നമ്മളുള്ളത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തൂക്കുമരത്തിലേക്ക് ഏറ്റുന്ന ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹുവിനോട് ലാസ്റ്റത്തെ പൂതി ചോദിച്ചാൽ എന്താ പറഞ്ഞേ? വൈഫിനൊന്ന് വീഡിയോ കോൾ ചെയ്യാന്നല്ല, പിന്നെന്താ പറഞ്ഞത്? ദഅനി ഉസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കാരം, അത് മതി, പറഞ്ഞു വേണ്ട.